ഹലോ ഗൈസ്, ഇന്ന് കുറച്ച് വാക്കൻസികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വാക്കൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് DM-ൽ മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ വാക്കൻസി നോക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഒന്നാമത്തെ കാര്യം, വാട്സപ്പ് വഴി അയച്ച് എൻ്റെ വാട്സപ്പ് ബാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലെങ്കിൽ മെസ്സഞ്ചറിലൂടെ അയക്കാമെന്ന് പറയുന്നത്. അപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു ഒമാനി വീട്ടിലോട്ട് ഒരു കുക്കിന് ആവശ്യമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത സാലറി കിട്ടുന്ന ഒരു കമ്പനിയാണ്, ഒരു വീടാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഒമാനി ഫുഡും കാര്യങ്ങളും ചപ്പാത്തി നോർമലി എല്ലാ ഫുഡും ഓൾറൗണ്ട് എല്ലാ ഫുഡും ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, നല്ലൊരു വലിയൊരു ഷേക്കിൻ്റെ വീടാണ്. ഓക്കെ, പിന്നെ അടുത്ത വാക്കൻസി എന്ന് പറഞ്ഞാൽ സൈറ്റ് എഞ്ചിനീയർ, സൈറ്റ് സൂപ്പർവൈസർ ഒരു വാക്കൻസി ഉണ്ട് കേട്ടോ. സിവിൽ സൈറ്റ് സൂപ്പർവൈസർ വാക്കൻസി ഉണ്ട്. മിനിമം 2 ഇയറെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത വാക്കൻസി വന്ന് ഒമാൻ നിലവിൽ ഗ്രോസറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജോലി ഒഴിവ് ഉണ്ട് കേട്ടോ. ഭാഷ നിർബന്ധമായിട്ട് കൈകാര്യം ചെയ്യാനോ അറിയണം. അവരെ കോൺടാക്ട് നമ്പറും ഞാൻ തരാം. പിന്നെ അതേപോലെ വീണ്ടും ഒരു വാക്കൻസി ഉണ്ട്. വി ആർ ലുക്കിംഗ് എക്സ്പീരിയൻസ് കൗണ്ടർ സെയിൽസ്മാൻ കം ഹെൽപ്പേഴ്സ്. കൗണ്ടർ സെയിൽസ്മാൻ ഹെൽപ്പറും കൂടി ആയിട്ടുള്ളൊരു വാക്കൻസി കൂടി ഉണ്ട്. ഒമാൻ വിസയിലുള്ളവർ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കോൾ ചെയ്യണ്ട, നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യൂട്യൂബിൻ്റെ ഇനിയിപ്പോൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഇനി ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലാണോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഏതാണ് വാക്കൻസി നോക്കുന്നതെന്നുള്ളത് അതിലോട്ട് ഞാൻ അയച്ചുതരാം. ഓക്കെ, അപ്പോൾ വാക്കൻസി നോക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്തോളി. പിന്നെ ഇത് ഞാൻ ഇവർക്ക് അയച്ചു തരുമ്പോൾ പേയ്മെൻറ്റ് ഉണ്ടോ ഒക്കെ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നോട് ഇല്ല എന്നാണ് പറയുക. അപ്പോൾ ഇനി നിങ്ങൾ പേയ്മെൻറ്റ് എന്തെങ്കിലും ഇടപാടുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരിട്ട് തന്നെ ആവുക. പേയ്മെൻറ്റ് ഇല്ലാത്ത വാക്കൻസികളും 0 ആയിട്ട് വരും. പക്ഷേ 2 ഇയർ എന്നൊരു വിസ കാലാവധി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും പലർക്കും വിസ തരുന്നവർക്ക്. ഓക്കെ, ബൈ. അടുത്ത വാക്കൻസിയുമായിട്ട് വീണ്ടും വരാം.